വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല തിക്ക് മസാലയൊക്കെ ആയിട്ടുള്ള ഒരു കരിമീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഇന്ന്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കരിമീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പേസ്റ്റ് തന്നെ വേണമെന്നില്ല, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കരിമീനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, ഡീപ്പ് ഫ്രൈ ആക്കണ്ട. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് കാശ്മീരി ചില്ലി പേസ്റ്റാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം 2 ടേബിൾ സ്പൂൺ പൊടി ഇടാം. ഒരു തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ടൈം കൊണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സവാള തിന്നായി സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്യാം. നമുക്ക് അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 ടേബിൾ ജീരകപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച കരിമീനിട്ട് ഈ മസാല കരിമീനിലേക്ക് പിടിക്കുന്ന വിധത്തിൽ 2 സൈഡും നമുക്കൊന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം ആയാലും വെറുതെ കഴിക്കാനായാലും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.